ഇങ്ങനെ ഇവര് ചെന്നുകാണ്ട് പറഞ്ഞു സംഗതി ഏതായാലും സംഭവിച്ചു പോയി. അബൂഹുബാബ് എന്ന അയാളെ വിളിക്കുക. അബൂഹുബാബ് സംഭവിച്ചതൊക്കെ സംഭവിച്ചു പോയി. എന്തായാലും ഒരു കാര്യം നിങ്ങൾ ചെയ്യും. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്ത് ചെന്നിട്ട് നബി എന്റെ അടുത്ത് അങ്ങനെ അബദ്ധം പറ്റിപ്പോയി, ഞാൻ അതിൽ നിന്നൊരു തൗബ ചെയ്ത് മടങ്ങുന്നു, എനിക്ക് വേണ്ടിയിട്ട് തങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയണമെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളാണെങ്കിൽ അതൊരു വലിയ സൗഭാഗ്യമായിട്ടാണ്. എന്ത് തെറ്റെന്നാലും തൗബ ചെയ്ത് നബി തങ്ങൾ ഹദറത്തിൽ ചെന്നിട്ട് നബിയെ എന്റെ അടുത്ത് അങ്ങനെ തെറ്റുപറ്റിപ്പോയി, അങ്ങ് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു തരണം എന്ന് പറയാ എന്നത് അവരെ സംബന്ധിച്ചൊരു സന്തോഷത്തിന്റെ കാര്യമാണ്. ഇത് പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇയാള് പറഞ്ഞ മറുപടി ഖുൽതും ആമിനു ഫആമന്തു. ആദ്യം നിങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞ് അയാൾ റസൂലും നബിയൊക്കെയാണെന്ന് വിശ്വസിച്ചോളീന്ന് പറഞ്ഞു. ഓ, ഞാൻ വിശ്വസിച്ചു, സമ്മതിച്ചു. പിന്നെ നിങ്ങൾ പറഞ്ഞു അദ്ദു സക്കാത്ത മാലിക്കും, മുതലിന്റെ സക്കാത്തൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഫാദൈതു സക്കാത്ത മാലി, എല്ലാം ഞാൻ കേട്ടു. വലം യബ്ഖ ഇല്ലാ അൻ യസ്ജുദ ലി മുഹമ്മദ്. ഇനി ഞാനിപ്പോ മുഹമ്മദിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യണം എന്നാ നിങ്ങൾ പറയുന്നത്? വല്ലാഹി ലാ യസ്തഗ്ഫിറു ലി മുഹമ്മദ്, എനിക്ക് വേണ്ടിയിട്ട് മുഹമ്മദ് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സംഭവം മഹാനായ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ സൂറത്തുൽ മുനാഫിഖൂനയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വേറെ പലരും റിവായത്ത് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടൊന്നും പോണ്ട. ഇബ്നു കസീർ സൂറത്തുൽ മുനാഫിഖീന്റെ തഫ്സീറിൽ പറയുന്നു, ഇനി എന്തേ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ ദുർറുൽ മൻസൂറിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തിയും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി മുഹമ്മദിന് സുജൂദ് ചെയ്യാനേ ബാക്കിയുള്ളൂ അല്ലെ? സഹാബത്ത് ആരെങ്കിലും നബി തങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ പറയോ? ഒരിക്കലും പറയില്ലല്ലോ. മറിച്ച് എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് താങ്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പറയണോ, എന്നാ തങ്ങളെ വസീലയാക്കിയിട്ട് ദുആ ചെയ്യണോന്ന്, ഷഫാഅത്തിനെ ചോദിക്കണോന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തെറ്റ് ചെയ്തവർ ഷഫാഅത്തിനെ ചോദിക്കലും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി നബിയോട് അപേക്ഷിക്കലും നബിയെ തവസ്സുലാക്കലും നബിതങ്ങൾക്ക് ആരാധിക്കലാണ് എന്ന് മനസ്സിലാക്കിയ വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ. അതുകൊണ്ടാണ് ഇനി സുജൂദ് ചെയ്യാൻ ബാക്കിയുള്ളൂ, അതിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷഫാഅത്ത് ചോദിക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാക്കി വസീലയാക്കിക്കൊണ്ട് പാപമോചനത്തിൽ പ്രാർത്ഥിക്കാനോ ഞാൻ തയ്യാറല്ല. ഖുർആന്റെ നിർദ്ദേശമാണത്. ولو أنهم ظلموا أنفسهم جاءوك واستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. അതുകൊണ്ട് ആ സഹാബത്ത് പറയാനും കാരണം അത് നേരത്തെ ഇറങ്ങിയ ഖുർആനാണ്. തെറ്റുകുറ്റങ്ങൾ സംഭവിച്ച് അവസാനം പാപമോചനത്തിന് വേണ്ടി പശ്ചാത്താപിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഹബീബ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയും തന്റെ തെറ്റിന് അള്ളാഹുവിനോട് പശ്ചാത്താപിച്ച് മടങ്ങുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാപമോചനത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അധികമായി തൗബ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനുമായി അള്ളാഹുവിനെ എത്തിക്കുമെന്ന് പറഞ്ഞത് അടിസ്ഥാനത്തിലാണ് സ്വഹാബത്ത് നിർദ്ദേശിക്കുന്നത് നബി തങ്ങളെ വസീലയാക്കിയിട്ട് പ്രാർത്ഥിക്കാൻ, നബിയോട് ഷഫാഅത്തിനെ തേടാൻ. നബിയെ വസീലയാക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഷഫാഅത്ത് ചോദിക്കലും ഷിർക്കിന്റെ ഭാഗമാണെന്ന് വിശ്വസിച്ചത് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ മാത്രമായിരുന്നു. അത് മുനാഫിഖിന്റെ നേതാവാണ്. അതേസമയത്ത് ബഹുമാനപ്പെട്ട സഹാബാ കിറാം അതൊരു പുണ്യകർമ്മമാണെന്നും അത് അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്താണെന്നും അള്ളാഹു ബഹുമാനിച്ചതിന്റെ പേരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനിക്കുക എന്നത് വിഷയം മാത്രമേ അതിലിരിക്കുന്നുള്ളൂ എന്നും ഇത് ആദരവിന്റെ പട്ടികയിലാണ്, ആരാധനയുടെ പട്ടികയിലല്ല എന്ന് മനസ്സിലാക്കിയവരായിരുന്നു. ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട സഹാബാ കിറാമിന്റെ ആദരവും ആരാധനയും തമ്മിൽ വേർതിരിഞ്ഞിരുന്നത്. ഉപകാരങ്ങളുടെയോ ഉപദ്രവങ്ങളുടെയോ ഉടമയാണ് എന്ന വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന താഴ്മയും സ്നേഹപ്രകടനവും വഴിപ്പാടും അതാണ് ഇബാദത്ത്. അഥവാ അങ്ങേയറ്റത്തെ താഴ്മയും അഴിമത്തരം പ്രകടിപ്പിക്കലും എന്ന് പറയുന്നത്. അതേസമയത്ത് ഉപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും മുഴുവൻ ഉടമ അള്ളാഹു മാത്രമാണെന്നും സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിക്കും ചെറുതോ വലുതോ ആയ ഒരു തരത്തിലുള്ള ഉപകാരത്തിന്റെയും ഉടമയില്ല എന്നും ഒരു തരത്തിലുള്ള ഉപദ്രവത്തിന്റെയും ഉടമയില്ല എന്നും വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു കൊടുക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടിരിക്കുന്ന കഴിവിൽ നിന്ന് സഹായിക്കുമെന്നോ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്നോ വിശ്വസിച്ചുകൊണ്ട്
അല്ലെങ്കിൽ സഹായത്തിന് കാരണമാകും, രക്ഷയ്ക്ക് കാരണമാകും, ഗുണം കിട്ടാൻ കാരണമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ താഴ്മയും സ്നേഹപ്രകടനവും ബഹുമാനവും അനുസരണവും ബഹുമാനത്തിന്റെ പട്ടികയിലാണ്, ആദരവിന്റെ പട്ടികയിലാണ്, അത് ആരാധനയുടെ പട്ടികയിലല്ല എന്ന് ചുരുക്കം. ഇനി ഈ വിഷയവുമായി നിങ്ങൾക്ക് പറയാനുള്ള സംശയങ്ങളുടെ സമയമാണ്. 3-4 പദങ്ങൾ: ഇബാദത്ത്, ഇലാഹ്, ദുആ, ഇസ്തിഗാസ. ഇങ്ങനെ 4 പദങ്ങൾ ഖുർആൻ ഉപയോഗിച്ച പദങ്ങളാണ് 4. ഇലാഹ്, ഇബാദത്ത്, ദുആ, ഇസ്തിഗാസ. ഇത് എന്തർത്ഥത്തിലൊക്കെയാണ് ഖുർആനും സുന്നത്തും ഉപയോഗിച്ചത്, സലഫുകൾ എങ്ങനെയൊക്കെയാണ് അതിനെ വീക്ഷിച്ചത് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇസ്തിഗാസ, തവസ്സുല്, ഇടതേട്ടം, മറ്റ് ഷഫാത്ത് ഒക്കെ അതിൽ വരും. അത് ആ പാടോടി കഴിഞ്ഞിട്ടാണ് അതിലേക്ക് കിടക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. 1731, 32 രണ്ടിലും പെട്ടണ്. മുസ്ലിമിലും ഉണ്ട് അതേ ഹദീസ്. അതൊക്കെ നേരത്തെ ബുഖാരിയാണ്. അത് കാക്കിച്ച് തുപ്പിയത്, അതുപോലെ തന്നെ കഫൻ, അതുപോലെ തന്നെ വുളൂ ചെയ്ത് വെള്ളം അതൊക്കെ ശരീരത്തിൽ പറ്റി അതിന് വേണ്ടിയിട്ട് ഒന്നും തള്ളും കൂടി എന്നൊക്കെ പറഞ്ഞ ഇമാം ബുഖാരിന്റെ ഹദീസാ. അത് പറഞ്ഞേക്ക് ഇബ്നു കസീർ പലരും റിവായത്ത് ചെയ്ത വ്യത്യസ്ത തരീഖുകളിൽ വന്നതാണെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ അൽബിദായ വന്നിഹായയിൽ ഉദ്ധരിച്ച ചരിത്ര സംഭവം. അതെ, ചരിത്രഗ്രന്ഥം എന്നുള്ള നിലക്ക് ഇസ്രായേലിയാത്താവുമ്പം ഇസ്രായേലിയാത്ത് അഖീദയെ, വിശ്വാസത്തെ ബാധിക്കാത്ത കാര്യങ്ങളിൽ മാത്രമേ ഇസ്രായേലിയാത്ത് ഉദ്ധരിക്കാൻ പാടുള്ളൂ എന്നത് മുസ്ലിം ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. അതായത് ഇസ്രായേലിയാത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദ്ദിസു അൻ ബനി ഇസ്രായേല വലാ ഹറജ, ഹദ്ദിസു അൻ ബനി ഇസ്രായേല വലാ ഹറജ, ഇമാം ബുഖാരിന്റെ റിവായത്താ. നിങ്ങൾ ബനി ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള ചരിത്ര സംഭവങ്ങൾ ഉദ്ധരിച്ച് പറഞ്ഞോളൂ, അതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇസ്രായേലികൾ പറയുന്നതെല്ലാം ഉദ്ധരിക്കണം എന്നല്ല. ഇത് എന്തിനെ പറ്റിയാണ് പറഞ്ഞത് എന്ന് പഠനം നടത്തിയ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഹലാല് ഹറാമ് തീരുമാനിക്കുന്ന കാര്യത്തിലോ വിശ്വാസ കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലോ ഇസ്രായേലിയാത്ത് ഉദ്ധരിക്കാൻ പാടില്ല. ഹലാൽ ഹറാം, ഒരു കാര്യം ഹലാലാണെങ്കിൽ ഹറാമാണെങ്കിൽ ഫർളാണെങ്കിൽ സുന്നത്താണ്, കറാത്താണ്, ഹറാമാണ്, മുബാഹാണ് എന്നുള്ള വിധിവിലക്കുകൾ സംബന്ധിച്ച കാര്യത്തിന് ഒരിക്കലും തെളിവായിട്ട് ഇസ്രായേലിയാത്ത് ഉദ്ധരിക്കാൻ പാടില്ല. രണ്ടാമത്തേത്, വിശ്വാസ കാര്യങ്ങളിൽ ഇസ്രായേലിയാത്തിന് ഉദ്ധരിക്കാൻ പാടില്ല. ഈ പറയുന്ന ഇസ്രായേലിയാത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ മുൻ സമുദായങ്ങളിൽ പൂർവികരിൽ ഉണ്ടായ ചില സംഭവങ്ങൾ ചരിത്ര ഗതിക്കനുസരിച്ച് എടുത്തുദ്ധരിക്കുന്നതിനാണ് ഇസ്രായേലിയാത്ത് എന്ന് പറയാം. ഇത് അതുമായിട്ടൊരു ബന്ധമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ ജീവിത ചരിത്രമാണ് സംഭവം. സഹാബാ കിറാമുകളുടെ ജീവചരിത്രം എന്ന് പറയുന്നത് ഇസ്രായേലിയാത്തല്ല. ഇസ്രായേലിയാത്ത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തിന്റെ മുമ്പ് കഴിഞ്ഞു പോയ പൂർവിക സമുദായങ്ങളിൽ നിന്നുള്ള ചരിത്ര സംഭവങ്ങളും കാര്യങ്ങളാണ്. നബിതമാരുടെ ചരിത്രമാകാം, അവരുടെ സമുദായത്തിന്റെ ചരിത്രമാകാം, സംഭവങ്ങളാം ഒക്കെ. ഇങ്ങനത്തേത് ഉദ്ധരിക്കണമെങ്കിൽ തന്നെ ഈ 2 നിബന്ധന ഉണ്ട്. ഒന്ന്, വിശ്വാസത്തെ ബാധിക്കുന്നതാവരുത്, മറ്റൊന്ന് വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടതാകരുത്. അതേ സമയത്ത് ഈ പറഞ്ഞ സംഭവം അതുമായിട്ട് ഒരു ബന്ധവുമില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് തിരുത്തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ എങ്ങനെ കണ്ടിരുന്നു എന്നത് സഹാബത്തിന്റെ ചരിത്രം. ഹിജ്റ 60 സംഭവമാണിത്. ഹിജ്റ 60-ാം വർഷത്തിലാണ് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല വഫാത്താകുന്നത്. ഈ 60-ാം വർഷത്തെ സംഭവഗതികൾ ഉദ്ധരിക്കുന്ന കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആലയെ സംബന്ധിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹി ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിയാത്ത് എന്ന് പറയുന്ന പട്ടികയിൽ തന്നെ ഇത് വരുന്നില്ല. ഇത് വരുന്നത് സഹാബത്തിന്റെ ജീവചരിത്രം എന്നതിനെ സംബന്ധിച്ച ഈ ജീവചരിത്രത്തിൽ ഉദ്ധരിക്കുന്ന പരമ്പര സഹിഹായാൽ മതി, മറ്റൊന്നും നിബന്ധന പാലിക്കേണ്ടതില്ല. ഏറ്റവും പ്രാമാണികമായ തഫ്സീറുകളിൽ ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഇമാം തിബരി റളിയല്ലാഹു അൻഹു, ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തുടങ്ങിയവരുടെ നമുക്ക് എടുക്കാം. പക്ഷേ ഇത്തരം ആശയപരമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടികൾ കൊടുത്തിരിക്കാതെ
ഇമാം റാസി റളിയല്ലാഹുവിന്റെ തഫ്സീർ, അത് കഴിഞ്ഞാൽ ഇമാം ഇബ്നു കസീർ റളിയല്ലാഹുവിന്റെ തഫ്സീർ. മറ്റു തഫ്സീറുകളൊന്നും പറയാതിരിക്കാൻ കാരണം ഇത്തരം വിഷയങ്ങൾ ആ തഫ്സീറുകളിൽ പറയാത്തത് കൊണ്ടാണോ, അതോ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയങ്ങളുമായി കൂടുതൽ അടുത്തു നിൽക്കുന്നത് ഈ തഫ്സീറുകൾ കൊണ്ടാണ്, മറ്റു രണ്ട് തഫ്സീറുകൾ, രണ്ടോ മൂന്ന് തഫ്സീറുകൾ ഇതിൽ നിന്ന് ഭിന്നമാണ്? തഫ്സീർ എന്ന് പറയുന്നത് ഒരു മഹാസാമ്രാജ്യമാകുന്നു. അതിൽ പ്രാമാണികമായി ഇന്ന് ലഭ്യമാകുന്നതിൽ ഏറ്റവും പ്രാമാണികം ബഹുമാനപ്പെട്ട ഇമാം തിബരി റളിയല്ലാഹു തആല അൻഹുവിന്റെ തഫ്സീറാണ്. ഏറ്റവും കൂടുതൽ പ്രബലമായി ലഭിക്കുന്ന ഒന്നാമത്തെ തഫ്സീർ. അത് കഴിഞ്ഞാൽ ഇമാം ഇബ്നു അബി ഹാത്തം റളിയല്ലാഹു തആല അൻഹുവിന്റെ തഫ്സീറാണ്. ഈ രണ്ട് തഫ്സീറുകളാണ് പൂർവികരായ 3 നൂറ്റാണ്ടിന്റെ ഉള്ളിൽ കഴിഞ്ഞുപോയ ആദ്യ കാലഘട്ടക്കാരെന്ന് പറയുന്ന സലഫുകളുടെ തഫ്സീറുകളുടെ കൂട്ടത്തിൽ ഇന്ന് വിശ്വാസയോഗ്യമായി ലഭിക്കുന്ന ഏറ്റവും പ്രമുഖമായ തഫ്സീർ. അതേസമയത്ത് ഇമാം റാസി, ഇമാം ഖുർത്തുബി തുടങ്ങിയവരൊക്കെ ഈ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനിടയിൽ തർക്കം ഉത്ഭവിച്ച കാലഘട്ടം ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽക്കായതുകൊണ്ട് അതിനുശേഷം വന്ന തഫ്സീറുകളിലൊക്കെ ഈ രണ്ടാലൊരു ചായ്വുണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട്. ഒരുപക്ഷെ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ അനുഭാവികളായിരിക്കും, ഒരുപക്ഷെ അതിന്റെ പ്രതികൂലികളായിരിക്കും. ഇങ്ങനെ ഈ അനുഭാവികളോ പ്രതികൂലികളോ രണ്ടാലൊന്നായിക്കൊണ്ട് പറയുമ്പോൾ അതിന് നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടാം. പറയുന്നവർ നിഷ്പക്ഷമായിരിക്കും പറഞ്ഞ്, എങ്കിൽ പോലും പ്രതിയോഗികൾക്ക് ഈ പറഞ്ഞ തഫ്സീർ പണ്ഡിതന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയത്ത് നേരത്തെ പറഞ്ഞ 4 തഫ്സീറുകളാവുമ്പോൾ ഇതിന് മുമ്പുള്ളതായതുകൊണ്ട് ഈ നിഷ്പക്ഷത ചോദ്യം ചെയ്യപ്പെടില്ല എന്നതുകൊണ്ടാണ്, അതോടുകൂടി വളരെ പ്രബലമായ നിലക്ക് വിശ്വാസയോഗ്യമായി ലഭിക്കുന്നത് കൊണ്ടും ആണ് ഏറെ അതിനെ ആശ്രയിക്കുന്നത്. ഇതേ ആശയങ്ങളൊക്കെ തന്നെയാണ് മറ്റ് 100 കണക്കിന് തഫ്സീറുകളും ലഭിക്കുന്നത്. പക്ഷെ അതിനൊക്കെയുള്ള തകരാറ്, അത് സ്വന്തം ഉദ്ധരിച്ചാൽ അയാൾ എത്രാം നൂറ്റാണ്ടുകാരനാണ്, പക്ഷെ 9-ാം നൂറ്റാണ്ടുകാരനാന്ന് പറയും, അല്ലെങ്കിൽ 10-ാം നൂറ്റാണ്ടുകാരനാണ് പറയും, അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ടുകാരനാന്ന് പറയും. അവിടെയൊക്കെ തർക്കങ്ങളല്ലേ. അത് കക്ഷിത്വം പറഞ്ഞതാണെങ്കിലോ എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ കക്ഷിത്വം നിലവിൽ വരുന്നതിന് മുമ്പ് നിലവിൽ വന്ന പ്രസിദ്ധമായി ലോകത്ത് അംഗീകരിക്കപ്പെട്ട പ്രശസ്തമായ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചാൽ ഈ ഒരു ചോദ്യത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ തന്നെയല്ല, നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവർക്ക് അതാണ് കുറെ കൂടി വിശ്വാസ്യതക്ക് പറ്റുക എന്നതുകൊണ്ടാണ് അത് ഉദ്ധരിക്കുന്നത്. അതേസമയത്ത് അതേ ആശയങ്ങളൊക്കെ തന്നെയാണ് പിൽക്കാലത്ത് വന്നവരും പറഞ്ഞിരിക്കുന്നത്.